എല്ലാവർക്കും നമസ്കാരം. സാന്ത്വനം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ മീനാക്ഷി നമ്മുടെ ആകാശിന്റെ മുന്നിൽ പെട്ട് നിൽക്കുകയാണ്. അബദ്ധം വെച്ചാൽ ആര്യന്റെ വിവാഹം നടന്നതിന് പിന്നിൽ ഗോമതിയാണ് എന്നുള്ള കാര്യം നമ്മുടെ മീനാക്ഷിയുടെ നാവിൽ നിന്ന് പുറത്തു വീഴുകയും ചെയ്തു. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, സത്യം പറയ്, ഇതൊക്കെ നീയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ എന്ന് നമ്മുടെ ആകാശ് ചോദിക്കാണ്. അപ്പം മീനാക്ഷി പറഞ്ഞു, ഇല്ല, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഞാൻ എന്തായാലും ഒരു കാരണം വെച്ചാലും നിന്നിൽ നിന്നും ഒരു കാര്യങ്ങളും മറച്ചു പിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഉരുണ്ട് കളിച്ച് നമ്മുടെ മീനാക്ഷി തടി തപ്പുകയാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ ഗോമതി ശരിക്കും അങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പം മീനാക്ഷി പറഞ്ഞു, അതെ ആകാശേ, നീ നിന്റെ സംശയങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ നിന്നോ, ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മയോട് 2 വാക്ക് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ നേരെ നമ്മുടെ ഗോമതിയുടെ അടുത്തേക്ക് പോവാണ്. ഗോമതി ആണെങ്കിൽ ഈ സമയത്ത് ബാലൻ ഒന്നും മിണ്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, അതും ആ ഒരു പെരുമഴയത്ത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോമതി സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കിനും മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, അമ്മേ, അച്ഛൻ ഇപ്പം ഈ 2 വിവാഹങ്ങളും അടുത്തടുത്ത് നടന്നത് കൊണ്ട് അതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇനി അമ്മയായിട്ട് അച്ഛനെ വിഷമിപ്പിക്കരുത്, അച്ഛനൊന്ന് മനസ്സ് തണുത്ത് കഴിയുമ്പോൾ തിരികെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് അവൾ നമ്മുടെ ഗോമതിയെ മാക്സിമം അങ്ങോട്ട് സമാധാനിപ്പിക്കുക. ഈ സമയത്താണെങ്കിലോ ബാലൻ നേരെ പോയിരിക്കുന്നത് ഗോമതി സ്റ്റോഴ്സിലേക്കാണ്. അപ്പം അവിടെ ചെന്നിട്ട് ബാലൻ ഭയങ്കര സങ്കടത്തിൽ ആ കടയൊക്കെ തുറന്നു. അപ്പം നമ്മുടെ അവിടെ നിൽക്കുന്ന സഹായിയായിട്ടുള്ള ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, എന്താ ബാല, നീ എന്താ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? അത് എനിക്കൊരു മനസ്സമാധാനവും കിട്ടുന്നില്ല. ഇന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഗോമതിയോട് പോലും ഒരു വാക്കുപോലും മിണ്ടാതെ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതാണ് എന്നൊക്കെ ബാലൻ ഇങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരനാണെങ്കിലോ, പോട്ടട ബാല, എന്ത് ചെയ്യാനാ, മക്കൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചെന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഗോമതിക്കും മക്കൾക്കും ഒക്കെ വിഷമമാവും, അതുകൊണ്ട് നീ തിരികെ വീട്ടിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബാലൻ പറഞ്ഞു, ഇല്ല, ഇനിയിപ്പം ഇന്ന് എന്തായാലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല, എനിക്ക് തനിയെ ഇരിക്കണം, ഞാൻ ആരുമല്ല, ഞാനൊരു അനാഥനാണ് എന്നുള്ള രീതിയിലൊക്കെ എനിക്കിപ്പോൾ തോന്നി തുടങ്ങുകയാണെന്നൊക്കെ ബാലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ബാലൻ്റെ മൂത്ത മകൻ ഇങ്ങ് വരികയാണ്. അപ്പം ആനന്ദ് വന്നിട്ട് ബാലൻ്റെ അടുത്ത് വന്നിരുന്നു. അച്ഛാ, എന്തിനാ അച്ഛാ വീട്ടിൽ നിന്ന് അതും ഈ പെരുമഴയത്ത് ഇറങ്ങി പോകുന്നത്? അമ്മ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് അച്ഛന് മനസ്സിലായോ? അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നാലേ ഇനി അമ്മയ്ക്ക് സമാധാനമാവുള്ളൂ എന്നും പറഞ്ഞ് ആനന്ദ് നമ്മുടെ ബാലനെ കൂട്ടാൻ തുടങ്ങുമ്പം, ആനന്ദേ, ഇനി പറയേ, നീയും കൂടിയേ ഉള്ളൂ, നീയും കൂടിയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിനക്ക് ആരെങ്കിലുമായിട്ട് ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിനക്ക് വിവാഹം കഴിക്കണോ, എന്തൊക്കെയാണ് നിന്റെ ആഗ്രഹങ്ങൾ എന്നൊക്കെ ബാലൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആനന്ദ് പറഞ്ഞു, അച്ഛാ, അച്ഛൻ പറയുന്ന ഒരു പെണ്ണിനെ ആയിരിക്കും ഈ ആനന്ദ് വിവാഹം കഴിക്കുന്നത്, ഞാൻ വാക്ക് തരുവാണ് അച്ഛനെന്നൊക്കെ പറഞ്ഞ് ആനന്ദ് നമ്മുടെ ബാലനെ സമാധാനിപ്പിക്കുമ്പോഴത്തേക്കിനും ബാലൻ പറഞ്ഞു, ഇല്ലടാ, എനിക്ക് ഒന്നിലും ആശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ബാലൻ ഒരു അനാഥനാണെന്ന് എൻ്റെ മക്കളെല്ലാവരും കൂടി എനിക്ക് തെളിയിച്ചു തന്നു. ആ ഒരു സങ്കടം എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇരുന്നു ഭയങ്കര കരച്ചിൽ. ആനന്ദ് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൻ്റെ അച്ഛനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഈ സമയത്താണെങ്കിലോ നമ്മുടെ അലോകിന്റെ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് മുത്തശ്ശിയും ടീമും ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാണ്. എന്തായാലും മുത്തശ്ശിയുടെ മനസ്സിലുണ്ടായിരുന്ന പണ്ടത്തെ ഒരു ആഗ്രഹം അങ്ങോട്ട് അവിടെ വെച്ചങ്ങ് തുറന്നു പറയുക. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ആര്യനും ഇത്രയും തമ്മിൽ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. എന്തായാലും ഈശ്വരനായിട്ടിപ്പം അത് നടത്തി തന്നല്ലോ, ആ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ട്. എടി, നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ അത്ര മോശം സ്വഭാവപ്പെട്ട ഒരു പയ്യനൊന്നും അല്ല ആര്യൻ, അവൻ നല്ല മര്യാദക്കാരനാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ മിത്രയുടെ ജീവിതം കോഞ്ഞാട്ടയാകുമെന്നൊക്കെ. ദേ, ഞാൻ വർഷങ്ങളായില്ലേ എൻ്റെ മോള് ബാലൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ബാലൻ മൂലം അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. അതുപോലെ ബാലനെ പോലെ അത്രയും നല്ലൊരു സ്വഭാവക്കാരനാണ് ആര്യൻ. അതുകൊണ്ട് എനിക്ക് ആ ഒരു വിശ്വാസമൊക്കെ ഉണ്ടെന്ന് മുത്തശ്ശി പറയുക. ഇത് കേട്ടുകൊണ്ട് അനന്തനും അതുപോലെ തന്നെ അനുജനും കൂടി വന്നു. അമ്മ കൊള്ളാലോ, അമ്മേ, ഈ വീട്ടിൽ നിന്ന് പോയ അവളെ അമ്മ ന്യായീകരിച്ച് സംസാരിക്കുമൊന്നും വേണ്ട, ഇതൊക്കെ അവളും കൂടി ചേർന്നിട്ടുള്ള പരിപാടിയാണോന്നാ ഞങ്ങളുടെ സംശയമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, എടാ, അങ്ങനെയൊന്നും ഗോമതി നമ്മുടെ കുടുംബത്തിന് മോശം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല, എനിക്ക് അവളെ വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞപ്പം, എന്നിട്ടാണല്ലമ്മേ വർഷങ്ങൾക്ക് മുന്നേ അവള് നമ്മുടെ കടയിൽ പണിക്ക് നിന്ന ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്.
എന്തായാലും അമ്മ ആ കാര്യമൊന്നും പറയണ്ട. അതുമൂലമല്ലേ അച്ഛന് വയ്യാതെ വന്നതും അച്ഛൻ പെട്ടെന്ന് മരിക്കുകയൊക്കെ ചെയ്തതും. ഞങ്ങളതൊന്നും മറന്നിട്ടില്ല. പിന്നെ അവൾ ഞങ്ങളുടെ കൂടപ്പറപ്പാണല്ലോ എന്നുള്ളൊരു സ്നേഹം അവളോട് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറം ഇനി ഒരു ബന്ധത്തിനും ഈ വീട്ടിൽ നിന്നും ആരും ദേവമംഗലത്തേക്ക് പോവണ്ട എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ആകാശും അതുപോലെ തന്നെ ധർമ്മനമ്മാവനും ഒക്കെ കൂടി ഭയങ്കര ഒരു ചർച്ച ചെയ്യുന്നതാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മീനാക്ഷിയും അതുപോലെ തന്നെ ഗോമതിയുടെ പെരുമാറ്റത്തിലുമൊക്കെ ഇവർക്ക് മൊത്തത്തിലൊരു സംശയം തോന്നി. എന്തൊക്കെയോ ഇവർ മറച്ചു പിടിക്കുന്നുണ്ട്. അപ്പം ആകാശ് പറഞ്ഞു, അതെ, നമ്മൾ കരുതിയിരുന്നത് പോലെ ഇവളെ സ്നേഹിച്ച് കെട്ടിക്കൊണ്ട് വന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ ധർമ്മനും പറഞ്ഞു, എടാ എനിക്കും അത് തന്നെയാ തോന്നുന്നത്. ഞാൻ ആര്യൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ആര്യം പറഞ്ഞത് അത് എല്ലാം ഞങ്ങൾ വളരെ പ്ലാൻ ചെയ്തിട്ട് നടത്തിയെടുത്തതാണ് എന്നൊക്കെയാണ്. എന്തായാലും എനിക്കതൊന്നും തീരെ അങ്ങ് വിശ്വാസമായിട്ടില്ല. പിന്നെ നീ ഇപ്പൊ പറഞ്ഞത് വെച്ച് നോക്കുമ്പം നമ്മുടെ മീനാക്ഷിയുടെ സംസാരത്തിൽ നിന്നും ഇതില് ചേച്ചിക്ക് എന്തൊക്കെയോ ഒരു പങ്കുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്ന്. അങ്ങനെ ഇവരെല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ആര്യനും മിത്രയും കൂടെ വരിക. അപ്പൊ ഇവരെ കണ്ടപാടെ തന്നെ, എടാ ആര്യ, ഞങ്ങൾ സത്യസന്ധമായിട്ട് ചോദിക്കുക, നീ പറയ്, നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനെന്താടാ ഒരു തെളിവെന്ന് ചോദിച്ചു. അത് എൻ്റെ ധർമ്മമാമ അമ്മാവനോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്നേഹിച്ച് തന്നെയാണ് വിവാഹം കഴിച്ചത്. പിന്നെ ഇവിടെ അച്ഛന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആരോടും. അങ്ങനെ നമ്മുടെ ധർമ്മൻ പറയുന്ന ആ ഒരു സമയത്ത് ആര്യം പറഞ്ഞു, എൻ്റെ അമ്മാവ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ മിത്രയും ഞാനും തമ്മിൽ സ്നേഹത്തിലാണെന്ന്. ഇതേ അലോക് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ വഴിയിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടതുമല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അമ്മാവൻ അങ്ങ് കേട്ടാൽ മതി. പിന്നെ ഏട്ടത്തിയോടും അതുപോലെ തന്നെ അമ്മയോടും ഒക്കെയുള്ള സംശയം വെച്ചിട്ട് ഇനി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് ആരും ദേഷ്യപ്പെട്ട് പോകുമ്പോഴത്തേക്കിനും ഇതിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടടാ ആകാശേ. നമ്മൾ ആഞ്ഞങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നിലുള്ള കളികളൊക്കെ നമുക്ക് പൊക്കാവുന്നതേ ഉള്ളൂ. നീ മീനാക്ഷിയെ ചോദ്യം ചെയ്തോ, ചേച്ചിയെ ട്രാപ്പിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞ് ധർമ്മൻ അവിടെ അങ്ങനെ നിൽക്കുന്നത് കാണിക്കുകയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.